ഹലോ, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ ഗണിതമഞ്ജരി ഫസ്റ്റ് ചാപ്റ്ററിലെ ദ യൂസസ് ഓഫ് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞ ലെസൻ്റെ ഇൻട്രഡക്ഷൻ പഠിച്ചു. അപ്പോൾ നമ്മൾ ഗ്രാഫിനകത്ത് ഒരു ഗ്രാഫ് പേപ്പർ അല്ലെങ്കിൽ ഒരു പ്ലെയിനിനെ ഈ പറഞ്ഞ ഒരു നമ്പർ ലൈൻ അല്ലേ 0, 1, 2, 3, 4 എന്ന് പറഞ്ഞ നമ്പർ ലൈന് ഒരെണ്ണം ഹൊറിസോണ്ടലായിട്ട് നമ്മൾ എക്സ് ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, ഒരെണ്ണം നേരെ ആ 0, 0 തമ്മിൽ മുട്ടത്തക്ക പോലെ, അതായത് ഇങ്ങനെ 0, ഇത് 0 ആണ്, 1, 2, 3, 4, 5, 6 ഇങ്ങനെ അങ്ങോട്ട് എഴുതി, ഇവിടേക്ക് -1, -2, -3 ഇങ്ങോട്ട് വരുന്നുണ്ട്, മുകളിലേക്ക് 1, 2, 3, 4, 5 ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു, താഴേക്ക് വരുന്നത് -1, -2, -3 അല്ലേ. എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് പഠിച്ചു. ഇപ്പം നമുക്ക് 1, 5 എന്ന് പറയുന്ന ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ ഓർഡേർഡ് പെയറായിട്ടാണ് എഴുതുന്നത്. അത് ക്രമജോഡി XY, ആദ്യം എക്സ് ആക്സിസിലേക്കാണ് ആ മൂവ്മെൻറ്റ്, അതായത് ഈ വെർട്ടിക്കൽ ലൈനിൽ നിന്ന് വലത്തോട്ട് പോകുമ്പോഴാണ് എക്സ് ആക്സിസ്, ഹൊറിസോണ്ടൽ ലൈനിൽ നിന്ന് മുകളിലേക്കോ താഴേക്കോ Y ആക്സിസ്, വെർട്ടിക്കൽ ലൈനിൽ നിന്ന് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ട് പോയാൽ പ്ലസ്, ലെഫ്റ്റിലേക്ക് പോയാൽ മൈനസ്. 4 ക്വാഡ്രൻ്റ് ഉണ്ട്. ഇതിനകത്ത് പോയിന്റുകൾ എങ്ങനെ, ഇതെല്ലാം ഇന്നലെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ അതിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് 1.1ൻ്റെ കണക്ക് ചെയ്യാൻ പോകണം. അതിന് വേണ്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, അതൊക്കെ വേണം നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോൾ അതൊന്നും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേഗം ആ കണക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ XY എന്നാണ്. അപ്പോൾ 1, 3 എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ, അല്ലെ 1, 5 മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ നേരെ 1ൻ്റെ അവിടുന്ന് 5 വരപ്പും. 2, 3 മാർക്ക് ചെയ്യാൻ പറഞ്ഞു, 2ൻ്റെ അവിടുന്ന് നേരെ മേളിലേക്ക് 3. കണ്ടോ, ഗ്രാഫ് ആകുമ്പോൾ നമുക്കൊന്നും ബുദ്ധിമുട്ടില്ല വരയ്ക്കാൻ. ഞാൻ 2, 4 എന്ന് പറയുന്ന പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ ഈ പോയിന്റ് 2, 4 ആണ്. ഇനി ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് 6, 4 എന്ന് പറയുന്ന പോയിന്റ്, അതായത് 6ൻ്റെ നേർക്ക് ഈ പോയിന്റ് വന്നു, 6, 4 എന്ന് പറയുന്ന പോയിന്റ്, 6, 4. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് ആ എക്സസൈസ് 1.1ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്ര? 2, 4ഉം 6, 4ഉം തമ്മിലുള്ള അതാണ്ട് ഈ ഡിസ്റ്റൻസ്, ഇത്രയും ലെങ്ത് AB ആണെങ്കിൽ ഈ ABയുടെ നീളം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം, ഇവിടുന്ന് ഓരോന്നും ഓരോ സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടുന്ന് Aയിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ, പിന്നെ 2, പിന്നെ 3, 4 സെൻറ്റിമീറ്റർ ആയി അല്ലേ. ഇങ്ങനെ നമ്മൾ എഴുതി അല്ലെങ്കിൽ ഇങ്ങനെ പടം വരച്ച് പോവാതെ നമുക്കൊരു കാര്യം ഈസി ആയിട്ട് ഇന്നലെ മനസ്സിലായി. ഇതിൻ്റെ പ്രത്യേകത കണ്ടോ, ഇതിൻ്റെ രണ്ടിൻ്റെയും Y കോർഡിനേറ്റ്സ് രണ്ടും സെയിം ആണ്. Y കോർഡിനേറ്റ് രണ്ടും സെയിം ആണെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്തോ ചെയ്താൽ മതി, ഇതിലെ X കോർഡിനേറ്റ് രണ്ടും നമ്മളങ്ങ് കുറച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ മോഡുലസ് വാല്യൂ അല്ലെങ്കിൽ കേവലവില മോഡുലസ് വാല്യൂ എടുക്കുകയാണ്. അതായത് ഇപ്പോൾ ഈ ഡിസ്റ്റൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കി, നമുക്ക് 2, 4ഉം 6, 4ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ Y കോർഡിനേറ്റ് XY ആണ്, ഇത് X1Y ആണ്, ഇത് X2 മറ്റൊരു പോയിന്റ് എന്ന് വെച്ചാൽ മതി, രണ്ടാമത്തെ പോയിന്റ്, അതാണ് X2. ഇത് Y എന്ന് തന്നെ എഴുതിയ എന്താ, അത് രണ്ടും സെയിം ആയതുകൊണ്ട് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ മോഡുലസ് X2 - X1 എന്ന് ചെയ്താൽ മതി എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. അതായത് മോഡുലസ് ഓഫ് 6 - 2. എന്തിനാ ഈ മോഡുലസ് എടുക്കുന്നേ? ഡിസ്റ്റൻസ് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ്, പോസിറ്റീവ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇത്ര ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മൈനസിൽ എക്സ്പ്രസ് ചെയ്യാറില്ല, നമ്മൾ പോസിറ്റീവാണ്. അപ്പോൾ 6 - 2 4 യൂണിറ്റ്സ്, ഇവിടെ സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് 4 സെൻറ്റിമീറ്റർ. മനസ്സിലായോ? ഇത് നമ്മൾ ഇന്നലെ പഠിച്ചാണ്. ഇതിപ്പോൾ നമുക്കിവിടെ ആവശ്യമുണ്ട് നമ്മളിപ്പം ഒരു കണക്ക് ചെയ്യാൻ നേരത്ത്. അതുപോലെ തന്നെ 2 പോയിന്റിൻ്റെ വൈവലകൾ തുല്യമാണെന്ന് നോക്കിയേ. നമുക്ക് ഇപ്പോൾ ഇവിടെ 4 അല്ലേ, ഇവിടെ 4, അതായത് 7, 6, 8ഉം അതുപോലെ തന്നെ 11, 8ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ നോക്കിക്കേ, ഇത് X1 ആണ്, ഇത് Y ആണ്, ഇതും X2 ആണ്, ഇത് Y ആണ്. Y വിലകൾ സെയിം ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്തോ ചെയ്താൽ മതി, മോഡുലസ് X2 - X1. 1, 2 കണക്ക് ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ്. 11 - 6 മോഡുലസ് എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 ആണ് ആൻസർ കിട്ടും. കണ്ടോ, ഇവിടെ നമുക്ക് പ്രത്യേകത എന്താണ്? Y വിലകൾ രണ്ടും സെയിം ആണ്. ഇനി നമുക്ക് X വിലകൾ സെയിമും Y വിലകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കാം. നമുക്ക് 3, 8ഉം 11ഉം തമ്മിൽ, അല്ലെ 12 കിടക്കട്ടെ, 3, 12ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇവിടെ പ്രത്യേകം നോക്കിയേ, XY1 ആണ്, മാറി അല്ലേ, X സെയിം ആണ്, ഇവിടെ X തന്നെയാണ്, ഇത് Y2 ആണ്. അപ്പോൾ X കോർഡിനേറ്റ്സ് സെയിം ആണ്, Y കോർഡിനേറ്റ് ആണ് വ്യത്യസ്തമായിട്ടുള്ളത്. അപ്പോൾ ഈ പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇവിടെ Y സെയിം ആയപ്പം Xകൾ തമ്മിൽ കുറച്ചു. അപ്പോൾ ഇവിടെ X സെയിം ആകുമ്പോൾ നമ്മൾ എന്തോ ചെയ്യുന്നത്, Y തമ്മിൽ കുറച്ചു. മോഡുലസ് Y2 - Y1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ കിട്ടും, എത്ര ഡിസ്റ്റൻസ് എന്ന് കിട്ടും. അതായത് 12ൽ നിന്ന് 8 കുറച്ചു, 12 - 8 = 4
യൂണിറ്റ്സ്. ഈ രണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാമെങ്കിൽ എക്സസൈസ് 1.1ൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരെണ്ണം കൂടെ ചെയ്യാം. നമുക്ക് -1,3യും -1,8 തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒന്ന് കണ്ടുപിടിക്കണം എന്ന് വെച്ചു. അപ്പോൾ നോക്കി രണ്ടിടത്ത് എക്സ് വില സെയിം ആണ്. അപ്പോൾ എന്തോ ചെയ്താൽ മതി, വൈ വാല്യൂസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ, മോഡുലസ് ഇത് XY1 ആണ്, ഇത് XY2 ആണ്. അതാണ് വൈ വാല്യൂസ് ആണ് ഡിഫറൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളത് കുറച്ചാൽ മതിയല്ലോ. മോഡുലസ് 8 - 3 ദാറ്റ്സ് ഈക്വൽ ടു 5. ഈ രണ്ട് പോയിന്റും ക്ലിയർ ആണെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ, അതായത് എക്സസൈസ് 1.1ൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ പ്രത്യേകം ഒന്നുകൂടെ ശ്രദ്ധിച്ചോളുക. നമ്മൾ എക്സ് ആക്സിസ് എടുക്കുമ്പം ഇവിടെ നോക്കി എക്സ് ആക്സിസിന് പാരലായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ വൈ വാല്യൂസ് രണ്ടും സെയിം ആയിരിക്കും. വൈ വിലകൾ തുല്യമാണെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എക്സ് കോർഡിനേറ്റുകൾ തമ്മിൽ കുറയ്ക്കുക. എക്സ് കോർഡിനേറ്റ് രണ്ടും സെയിം ആണെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വൈ വാല്യൂസ് ആ ഡിഫറൻ്റ് ആയിട്ടുള്ളത് നമ്മൾ കുറയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മോഡുലസ് എടുക്കുക. കാരണം ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ നന്നായിട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് വേണം നമുക്ക് ആ എക്സസൈസ് 1.1ൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചെയ്യാനുള്ളത്. നോക്കിയേ, ടെക്സ്റ്റ് ബുക്കിൻ്റെ കോപ്പിയാണ് ഇന്ന് നമ്മൾ പഠിച്ചാണ് ഇതൊക്കെ. നോക്കിക്കേ, എക്സസൈസ് സെറ്റ് 1.1 എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇൻ ഫിഗർ 1.3 ദാണ്ട് ഇവിടെ ഫിഗർ 1.3 കിടപ്പുണ്ട്. ഇൻ ഫിഗർ 1.3 ഷോസ് റയാൻസ് റൂം വിത്ത് പോയിന്റ്സ് OABC മാർക്കിംഗ് ഇറ്റ്സ് കോർണേഴ്സ്. റയാൻ്റെ റൂമൊക്കെ മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ, O ആണ് ഇവിടെ, അതുപോലെ തന്നെ OABC കോർണറിൽ മാർക്ക് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് 12, 10 എന്നുണ്ട്, 0, 10 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. ഇവിടെ 0 ഒറിജിൻ ആയിട്ട് വെച്ചിരിക്കുന്നു, ഇവിടെ 12 കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് OABC എന്ന് പറയുന്നത് റയാൻ്റെ റൂമിൻ്റെ, അതായത് ഒരു കാർട്ടീഷ്യൻ സിസ്റ്റത്തിനകത്ത് വരച്ചിട്ടിരിക്കുന്നു. Rayan's room with the points OABC marking its corners. The x and y axis are marked in the figure. Point O is the origin. നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് തന്നെയാണ് വരച്ച് വെച്ചിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ റയാൻ്റെ റൂമിൻ്റെ ഒരു മോഡൽ വരച്ച് വെച്ചിരിക്കുന്നത്. നമുക്ക് എന്നിട്ട് അതിന് കുറേ ചോദ്യങ്ങളുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയത് ഇതാണ് ക്വസ്റ്റ്യൻസ്, ഇതാണ് ആ മോഡൽ. എന്നിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു. റെഫറിങ് ടു ഫിഗർ 1.3 ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഇഫ് D1R1 represents the door to Rayan's room, how far is the door from the left wall, the y-axis, to the room? How far is the door from the x-axis? ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിക്കേ. നമ്മൾ കണ്ട ഈ പടമാണ്, ഇതാണ് ക്വസ്റ്റ്യൻ. ഞാനതപ്പോൾ ഒന്ന് വ്യക്തമായിട്ട് കാണാൻ, അത് നമുക്ക് ക്ലാരിറ്റി ഇല്ല, അതുകൊണ്ട് ഞാൻ ഇതാണ്ട് ഇവിടെ വൃത്തിയായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റയാൻ്റെ റൂം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കിക്കേ. അത് നമ്മൾ O മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇഫ് D1R1, കണ്ട ഇതാണ് D1 എന്ന് പറയുന്ന പോയിന്റ്, പിന്നെ R1 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. D1R1 എന്തിനെ കാണിക്കുന്നു? റെപ്രസെൻസ് ദ ഡോർ ടു റയാൻസ് റൂം. റയാൻ്റെ റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന ഡോറിൻ്റെ കോർഡിനേറ്റ്സ് തന്നിരിക്കും. ഇതാണ് D1 എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് R1 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റയാൻ്റെ റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന ഡോറാണ്. ഹൗ ഫാർ ഈസ് ദ ഡോർ ഫ്രം ദ ലെഫ്റ്റ് വാൾ, ദാറ്റ് ഈസ് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് ദ വൈ ആക്സിസ്. ഇതാണ് ലെഫ്റ്റ് വാൾ എന്ന് പറയുന്നത്. അതായത് വൈ ആക്സിസിൽ നിന്ന് റയാൻ്റെ റൂമിൻ്റെ ഈ ഡോറ് എത്രമാത്രം അകലത്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് വൈ ആക്സിസ്. വൈ ആക്സിസിൽ നിന്നും എത്ര അകലത്തിലാണ് റയാൻ്റെ ആദ്യ പോയിന്റ് അല്ലെ റൂം കൊടുത്തിരിക്കുന്നത്. ഓഫ് ദ റൂം, ഫാർ ഇസ് ദ ഡോർ ഫ്രം ദ ലെഫ്റ്റ് വാൾ ഓർ ദ വൈ ആക്സിസ് ഓഫ് ദ റൂം. റൂമിൻ്റെ ലെഫ്റ്റ് സൈഡ് വൈ ആക്സിസിൽ നിന്നും എത്ര ദൂരത്തിലാണ് റയാൻ്റെ ഡോറിൻ്റെ ഈ D1 എന്ന് പറയുന്ന പോയിന്റ് കിടക്കുന്നത്. എൻ്റെ ഇവിടെ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചേക്കില്ലയോ, 1 2 3 4 5 6 7 8 കണ്ട് ഇവിടാണ് നമ്മുടെ ഡോറ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ലെഫ്റ്റ് വാളിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് ആണ്? 8 യൂണിറ്റ് അകലെയാണ് കിടക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആൻസർ നമ്മൾ എന്താ എഴുതണ്ടേ? 8 യൂണിറ്റ് അകലെ, 8 യൂണിറ്റ്സ് എന്ന് എഴുതണം. മനസ്സിലായോ? റയാൻ്റെ റൂമാണിത്. റൂമിൻ്റെ D1R1 എന്ന് പറയുന്നത്, D1R1 എന്ന് പറഞ്ഞാൽ റയാൻ്റെ റൂമാണ്, റൂമിൻ്റെ ഡോറാണ് കാണിച്ചിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ D1
D1 എന്ന് പറയുന്നത് ലെഫ്റ്റ് വാൾ, അതായത് y ആക്സിസിൽ നിന്നും എത്രമാത്രം അകലത്താണ്. അതുകൊണ്ട് ഇവിടെയാണ് ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ റേയാൻ്റെ ഡോർ D1 എന്ന് പറയുന്ന ഡോറിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 8ലാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ എത്ര യൂണിറ്റ് ആണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സെൻറ്റിമീറ്റർ? നമ്മൾ സാധാരണ ഫീറ്റ് ആണ് റൂമൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നത്. അത് ആദ്യമേ തന്നെ റൂമിനകത്ത് അതിൻ്റെ ഇതിനകത്ത് കണ്ടോ 1 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു 1 ഫീറ്റ് എന്ന് അവർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എത്ര ഫീറ്റ് ആണ് അല്ലെങ്കിൽ എത്ര ദൂരത്തിലാണ്? അപ്പോൾ യൂണിറ്റ് എന്ന് എഴുതാം, അല്ലെങ്കിൽ 8 ഫീറ്റ് ഡിസ്റ്റൻസിലാണത് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ തൽക്കാലം നമുക്ക് യൂണിറ്റ്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ 8 ഫീറ്റ് FT എന്ന് എഴുതിയാൽ മതി. 8 ഫീറ്റ് ആണ് ഇവിടെ y ആക്സിസിൽ നിന്ന് അല്ലെങ്കിൽ ലെഫ്റ്റ് വോളിൽ നിന്നും 8 ഫീറ്റ് അകലത്തിലാണ് ഡോറ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞല്ലോ, ആദ്യത്തെ മനസ്സിലായല്ലോ. ഹൗ ഫാർ ഈസ് ദ ഡോർ ഫ്രം ദ എക്സ് ആക്സിസ്? ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ നിന്നും എത്ര അകലത്തിലാണ് ഡോറ്? ഈ ഡോറ് നോക്കിക്കേ, ഈ ഡോർ എക്സ് ആക്സിസെ തന്നെ കിടക്കുകയാണ് അല്ലേ. എക്സ് ആക്സിസെ തന്നെ കിടക്കുകയെന്ന് എക്സ് ആക്സിസിൽ നിന്ന് അകലം എന്താണ്? എക്സ് ആക്സിസിൽ നിന്നും അകലമില്ല അല്ലയോ. ഡോർ ഈസ് ഓൺ ദ എക്സ് ആക്സിസ്, സോ ഡിസ്റ്റൻസ് ഫ്രം ദ എക്സ് ആക്സിസ് ഈസ് 0 യൂണിറ്റ്. നമുക്ക് എന്തോ എഴുതാൻ? രണ്ടാമത്തെ ഡോർ ഈസ് ഓൺ ദ എക്സ് ആക്സിസ്. ഡോറ് കാണിച്ചിരിക്കുന്നത് ഡോർ ഈസ് ഓൺ ദ എക്സ് ആക്സിസ്, ഈസ് ഓൺ ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിലാണ് ഡോറ് കിടക്കുന്നത്. അപ്പോൾ പിന്നെ അങ്ങോട്ടുള്ള അകലം എന്ന് പറയുന്നത് എക്സ് ആക്സിസ്. സോ ഡിസ്റ്റൻസ് ഫ്രം ദ therefore distance from the x axis, distance from the x axis, from the x axis എന്ന് പറയുന്നത് എത്രയാണ്? ഡിസ്റ്റൻസ് ഫ്രം ദ എക്സ് ആക്സിസ് ഈസ് 0. ഡിസ്റ്റൻസ് ഫ്രം ദ എക്സ് ആക്സിസ് ഈസ് ഈക്വൽ ടു 0 യൂണിറ്റ് ആണ്. കാരണം എക്സ് ആക്സിസിൽ തന്നെയാണ്, എക്സ് ആക്സിസിൽ നിന്ന് അങ്ങോട്ടോ താഴോട്ടോ മേളിലോട്ടോ മാറിയിട്ടില്ല. അപ്പോൾ പിന്നെ എക്സ് ആക്സിസിൽ നിന്ന് എത്ര ദൂരത്തിലാണ് എന്ന് ചോദിച്ചാൽ എക്സ് ആക്സിസിൽ തന്നെ കിടക്കുകയാണെങ്കിൽ പിന്നെ ഡിസ്റ്റൻസ് എത്ര? 0 ആണ്. രണ്ട് ക്വസ്റ്റ്യന് മനസ്സിലായോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2 പാർട്ടാണ്. ഇഫ് D1 R1 എന്ന് പറയുന്നത് റേയാൻ്റെ റെപ്രസെൻറ്റ്സ് ദ ഡോർ ടു റേയാൻസ് റൂം, ഹൗ ഫാർ ഈസ് ദ ഡോർ ഫ്രം ദ ലെഫ്റ്റ് വോൾ ഓർ ദ y ആക്സിസ്? y ആക്സിസിൽ നിന്നും എത്ര അകലത്തിലാണ്? ഇതാണ് ലെഫ്റ്റ് വാൾ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് എത്ര അകലത്തിലാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഡോറ് കണ്ടോ, D1 എന്ന് പറയുന്ന പോയിന്റ് y ആക്സിസ് 0 നിന്നും 8 യൂണിറ്റ് അകലെയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ എഴുതി 8 യൂണിറ്റ്, അല്ലെങ്കിൽ എന്താ പറയുക സ്കെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് 8 ഫീറ്റ് എന്ന് വേണേൽ നമുക്ക് പറയാം. സ്കെയിൽ മീൻസ് എങ്ങനെ? ഗ്രാഫിൽ 1 സെൻറ്റിമീറ്റർ എത്ര യൂണിറ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നതെന്നാണ് നമ്മൾ ഗ്രാഫിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതിൻ്റെ സെക്കൻഡ് പാർട്ട് ചോദിക്കുന്നത് ഹൗ ഫാർ ഈസ് ദ ഡോർ ഫ്രം ദ എക്സ് ആക്സിസ്? ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ തന്നെയാണ് ഡോറ് കാണിച്ചിരിക്കുന്നത്. ഡോറ് എത്ര അകലത്തിലാണ്? ഡോർ എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ തന്നെ ആയതുകൊണ്ട് അതിൻ്റെ ഡിസ്റ്റൻസ് ഫ്രം ദ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമ്മൾ എഴുതി ഡോർ ഈസ് ഓൺ ദ എക്സ് ആക്സിസ്, therefore distance from the x axis is 0. ഈ ആൻസർ മനസ്സിലായല്ലോ. അതൊക്കെ പോസ് ചെയ്ത് വെച്ചിട്ട് ഓരോ ചോദ്യങ്ങളും എഴുതിയിട്ട് വേഗം ആൻസർ എഴുതി വെക്കണം. നിസ്സാരം, അവരുടെ സിമ്പിൾ കാര്യങ്ങളാണ്, നമുക്ക് വേഗം മനസ്സിലാകും. ഇനിയും ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് D1? D1ൻ്റെ കോർഡിനേറ്റ്സ് എന്താണ്? എങ്ങനെ നമ്മളൊരു എക്സ് ആക്സിസിലെ ഏതൊരു പോയിന്റിൻ്റെയും 0 ആണല്ലേ, y കോർഡിനേറ്റ് 0 ആണ്. 0ൽ നിന്ന് മേപ്പോട്ടോ താഴോട്ടോ പോയിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ എക്സ് അടയാളപ്പെടുത്തി. അപ്പോൾ D1ൻ്റെ കോർഡിനേറ്റ് ഇത്രയും ഡിസ്റ്റൻസ് എക്സ്, അതായത് 8 ആണ്. പിന്നെ മുകളിലേക്കോ താഴേക്കോ മാറിയിട്ടില്ല. എക്സ് ആക്സിസിലെ ഏതൊരു പോയിന്റിൻ്റെയും y കോർഡിനേറ്റ് 0 ആയിരിക്കും. എക്സ് ആക്സിസിലെ ഏതൊരു പോയിന്റിൻ്റെയും y കോർഡിനേറ്റ് 0, y ആക്സിസിലെ ഏതൊരു പോയിന്റിൻ്റെയും എക്സ് കോർഡിനേറ്റ് 0 എന്നെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് ചോദിച്ചിരിക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇത് സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ തന്നെ ആയിരുന്നു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് D1? സോ ദ കോർഡിനേറ്റ്സ് ഓഫ് D1 ഈസ് എന്താണ്? കോർഡിനേറ്റ്സ് ഓഫ് D1 എന്തുവാ? 80 ആണ്. D1ൻ്റെ കോർഡിനേറ്റ് 80 ആണ്. D1ൻ്റെ കോർഡിനേറ്റ്സ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറും കഴിഞ്ഞു. ഇഫ് R1 ഈസ് ദ പോയിന്റ് 11.50, കണ്ടോ R1 എന്ന പോയിന്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. R1 എന്ന് പറയുന്ന പോയിന്റ് 11.50 ആണ്. ഹൗ വൈഡ് ഈസ് ദ ഡോർ? വൈഡ്, ദാറ്റ് ഈസ് വിഡ്ത്ത് ഓഫ് ദ ഡോർ. അതായത് ഡോറ് തുടങ്ങുന്ന 80യിലാണ്. പിന്നെ ഇപ്പുറത്തെ പോയിന്റ്, അതായത് R1 എന്ന് പറയുന്ന പോയിന്റ് 11.50 ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. അതായത് 80യും 11 പോയിന്റ് തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞേ ഉള്ളൂ, രണ്ട് പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് സെയിം ആണ്, വൈ കോർഡിനേറ്റ് സെയിം ആണെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ മോഡുലസ് x2 - x1 ചെയ്താൽ മതി എന്ന് ഇപ്പം നമ്മൾ അങ്ങോട്ട് പഠിച്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ഈ പോയിന്റ് ഒന്ന് നോക്കാം. ഒരെണ്ണം 80 ആണല്ലേ, ഒരു പോയിന്റ്
80. അടുത്ത പോയിന്റ് 11.50. നമുക്കിവിടെ മനസ്സിലായി ഇതിൻ്റെ രണ്ടിൻ്റെയും y കോർഡിനേറ്റ് സെയിം ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എക്സ് കോർഡിനേറ്റ് തമ്മിൽ കുറച്ചാൽ പോരായോ? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു മോഡുലസിനകത്തിട്ട് കുറയ്ക്കണം, കാര്യം ഡിസ്റ്റൻസ് പോസിറ്റീവാണ്. 11.5 മൈനസ് 8. 11.5 എങ്ങനെ 11.8 നിന്ന് 8 കുറയ്ക്കുന്നത്? 11.8 മൈനസ് 11.5 മൈനസ് 8 എന്ന് പറഞ്ഞാൽ അതൊരു അതിനകത്ത് ഡെസിമൽ ഇല്ല. അപ്പം നമ്മളതിനെ ഡെസിമൽ ആക്കണമെങ്കിൽ 8.0 എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. കാരണം നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യുമ്പം ഡെസിമൽ എല്ലാം നേരെ വേണം. അപ്പോൾ ഇവിടെ ഡെസിമൽ ഇട്ടു, യൂണിറ്റിൻ്റെ പ്ലേസിൽ 8, ഇപ്പുറത്തോട്ട് 0. അറിയാതെ പോലും 5ൻ്റെ താഴെ കൊണ്ടുപോയി 8 എഴുതരുത്. ചില പിള്ളേർ അങ്ങനെ തെറ്റിക്കാറുണ്ട്. ഡെസിമലും അതുപോലെ തന്നെ ഹോൾ നമ്പറും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി കുറച്ചു സാധാ നമ്പർ പോലെ 5 മൈനസ് 0 5 കിട്ടി. 11 നിന്ന് 8 കുറച്ചപ്പോൾ 3 കിട്ടി. കണ്ടോ? 3.5 ഫീറ്റ് ആണ് ആ ഡോറിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നത് വാട്ട് ഈസ് ദ വിഡ്ത്ത് ഓഫ് ദ റൂം അല്ലെങ്കിൽ ഹൗ വൈഡ് ഈസ് ദ ഡോർ എന്ന്. അപ്പോൾ ഡോറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 3.5 യൂണിറ്റ്സ്. അപ്പോൾ നമുക്കിത് നമ്മുടെ ക്വസ്റ്റ്യനകത്തോട്ട് തന്നെ എഴുതാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് R1 ഈസ് ദ പോയിന്റ്, മൂന്നാമത്തെ R1 എന്ന് പറയുന്ന പോയിന്റ് എന്താണെന്ന് പറഞ്ഞു? 11.50 ആണ്. പിന്നെ D1 എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് മനസ്സിലായി. D1 എന്ന് പറയുന്നത് ഡോറിൻ്റെ ഫസ്റ്റ് ഭാഗം. D1 എന്ന് പറയുന്നത് 80 അല്ലേ? അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. 8 നിന്ന് 11.5 കുറച്ച് മോഡുലസ് എടുത്താലും 11.5 നിന്ന് 8 കുറച്ചാലും ഒന്ന് തന്നെയാണ്. കാരണം നമ്മൾ അവിടെ മോഡുലസ് വാല്യൂ എടുക്കുന്നത്. മോഡുലസ് 11.5 മൈനസ് 8 കിട്ടി. നമുക്ക് എത്ര കിട്ടി? 3.5 ഫീറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. അല്ലെ യൂണിറ്റ് എന്ന് എഴുതാം, 3.5 ഫീറ്റ് എന്ന് എഴുതാം. മനസ്സിലായോ? ഈ ഡിസ്റ്റൻസ് ഇതുണ്ട്. ഇവിടെ നോക്കിക്കേ, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് 0.5 ആണ് കൊടുക്കുന്നത്. അപ്പോൾ 3.5 ഫീറ്റ് ആണ് നമുക്ക് മനസ്സിലായി. ഇവിടെ കിട്ടിയല്ലോ. ഇനി നോക്കാം. ഡു യു തിങ്ക് ദിസ് ഈസ് എ കംഫർട്ടബിൾ വിഡ്ത്ത് ഫോർ ദ റൂം ഡോർ? അതായത് ഒരു റൂമിൻ്റെ വീതി ഇത്ര മാത്രം മതിയോ? കംഫർട്ടബിൾ ആണോ? നമുക്ക് ആൾക്കാർക്ക് ഇറങ്ങുകയും കയറുകയും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവുകയൊക്കെ വേണം വീടിനകത്തേക്ക് അല്ലേ? അപ്പോൾ ഇതൊരു കംഫർട്ടബിൾ ആണോ? ഇവിടെ നമുക്ക് എത്ര കിട്ടിയേ? 3.5 ഫീറ്റ് ആണ്. അതായത് നമ്മൾ മീറ്ററിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്താൽ ഏകദേശം 3.5 ഫീറ്റ് എന്ന് പറയുന്നത് ഏകദേശം 1 മീറ്റർ നീളമാണ്. കണ്ടോ? 1 മീറ്റർ നീളം ആവശ്യത്തിനായാലും നമുക്ക് കംഫർട്ടബിൾ തന്നെയാണ്. അത് കംഫർട്ടബിൾ ആണ്. 1 മീറ്റർ നീളമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് കംഫർട്ടബിൾ ആണ്. അപ്പം അവർ ചോദിച്ചിരിക്കുന്നത് ഡു യു തിങ്ക് ദിസ് ഈസ് എ കംഫർട്ടബിൾ വിഡ്ത്ത് ഫോർ ദ റൂം ഡോർ? യെസ്, ഇറ്റ് ഈസ് എ കംഫർട്ടബിൾ വിഡ്ത്ത് ആണ്. അപ്പോൾ നമുക്ക് എന്തോ എഴുതാം? അതിൻ്റെ പാർട്ടിനകത്ത് എഴുതിയിരിക്കുന്നത് ഡു യു തിങ്കിനകത്ത് ആൻസർ എന്താ എഴുതുന്നത്? യെസ് ഇറ്റ് ഈസ് എ കംഫർട്ടബിൾ. യെസ് ഇറ്റ് ഈസ് എ കംഫർട്ടബിൾ width for the room. Comfortable width for the room door. റൂം ഡോറിന് പറ്റിയ വിഡ്ത്താണോ റൂം ഡോർ? തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ വീടുകളിലുള്ള റൂം ഡോറൊക്കെ ഏകദേശം ഇതേ വിഡ്ത്തിലാണ്. മനസ്സിലായല്ലോ? അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇഫ് എ പേഴ്സൺ ഇൻ എ വീൽ ചെയർ വാണ്ട്സ് ടു എൻ്റർ ദ റൂം. ഞാൻ ക്വസ്റ്റ്യനൂടെ കാണിക്കാം. ഇഫ് എ പേഴ്സൺ ഇൻ എ വീൽ ചെയർ, കണ്ടോ? വീൽ ചെയറിലുള്ള ഒരാൾക്ക് ഈ റൂമിനകത്തേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ വിൽ ഹി ഓർ ഷീ ബി ഏബിൾ ടു ഡു സോ ഈസിലി? ഒരാൾ വീൽ ചെയറിലാണ് ഈ ഡോറിനകത്തിൽ കൂടെ കയറുന്നതെങ്കിൽ അവർക്ക് ഇതിനകത്ത് കൂടെ കയറി ഇറങ്ങാൻ പറ്റുമോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അതായത് ഇതാണ് റയാൻ്റെ റൂമിൻ്റെ വാതിൽ, ഇത്രയാണ്, ഏതാണ്ട് 1 മീറ്ററോളം ഉണ്ട്. ഇതിനകത്ത് കൂടെ ഒരു വീൽ ചെയർ കയറി ഇറങ്ങുമോ എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് അല്ലേ? നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു വീൽ ചെയർ എന്ന് പറയുന്നത്, വീൽ ചെയറിൻ്റെ വീതി മാക്സിമം വരുവാണെങ്കിൽ കൂടി വന്ന ഒരു 2 ഫീറ്റ് കൂടുതലില്ല. 60 to 70 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 2 ഫീറ്റ് കൂടിയ ഇതുപോലുള്ള വീൽ ചെയറുകളൊന്നുമില്ല. അപ്പോൾ ഇവിടെ 3.5 ഉണ്ട് ഇതിൻ്റെ വിഡ്ത്ത്. അപ്പോൾ ഇതിനകത്ത് കൂടി ഈസി ആയിട്ട് ഒരു വീൽ ചെയർ അകത്തേക്ക് കറക്കാം അല്ലേ? അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്ന ചോദ്യം എന്താണ്? വിൽ ദിസ് ബി എ സ്യൂട്ടബിൾ? ക്വസ്റ്റ്യൻ അത് തന്നെ. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇഫ് എ പേഴ്സൺ ഇൻ എ വീൽ ചെയർ വാണ്ട്സ് ടു എൻ്റർ ദ റൂം വിൽ ഹി ഓർ ഷീ ബി ഏബിൾ ടു ഡു സോ? യെസ്, ബിക്കോസ് ദ വിഡ്ത്ത് ഓഫ് എ വിഡ്ത്ത് എന്ന് പറയുന്നത് യെസ് ആണ് ആൻസർ. യെസ് ഇറ്റ് ഈസ് പോസിബിൾ. ബിക്കോസ് എന്താ പറയുന്നത്? കൂടി വന്നാൽ അല്ലേ, അങ്ങേ അറ്റം വന്നാൽ വിഡ്ത്ത് ഓഫ് എ
width of a wheelchair, because the width of a wheelchair is nearly 2 feet. കണ്ടോ, 2 ഫീറ്റ് കൂടുതൽ ഒരിക്കലും വരത്തില്ല. അപ്പോൾ പിന്നെ ഈസി ആയിട്ട് നമുക്ക് അതിനകത്ത് എൻ്റർ ചെയ്യാൻ പറ്റും അല്ലേ. വിഡ്ത്ത് ഓഫ് ദ റൂം എന്ന് പറയുന്നത് നമുക്ക് കിട്ടി 3.5 ആണ്. വീൽ ചെയറിൻ്റെ 2 ആണെങ്കിൽ തീർച്ചയായിട്ടും ആ 3.5 അല്ലെ 1 മീറ്ററിനകത്ത് കൂടെ ഏതാണ്ട് 60-70 സെൻറ്റിമീറ്ററുള്ള അകലത്തിലുള്ള വിഡ്ത്തുള്ള വീൽ ചെയർ ഈസി ആയിട്ട് അതിനകത്ത് എൻ്റർ ചെയ്യാൻ കഴിയും. മനസ്സിലായല്ലോ. യെസ്, ഇറ്റ് ഈസ് എ കംഫർട്ടബിൾ വിഡ്ത്ത് ഫോർ ദ റൂം ഡോർ. പിന്നെ രണ്ടാമത്തെ പാർട്ട്, വീൽ ചെയറിലുള്ള ഒരാൾക്ക് അവളോ അവനോ ആരാണെങ്കിലും കയറാൻ പറ്റുമോ? യെസ്, ഇറ്റ് ഈസ് പോസിബിൾ ബിക്കോസ് ദ വിഡ്ത്ത് ഓഫ് എ വീൽ ചെയർ ഈസ് നിയർലി 2 ഫീറ്റ്. ഏകദേശം 2 ഫീറ്റൊക്കെ വരത്തുള്ളൊരു വീൽ ചെയറിൻ്റെ വീതി എന്ന് പറയുന്നത് കൊണ്ട് ഈസി ആയിട്ട് അതിനകത്ത് കയറാൻ പറ്റും. ഇനി നമുക്ക് മൂന്നാമതൊരു ചോദ്യമുണ്ട്. മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കിയേ. If B1 1.5 and B2 1.5 coordinates തന്നിരിക്കുകയാണ്, and B2 represents the ends of the bathroom door. ഇവിടെ ഒരു ബാത്റൂം ഡോർ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ നമ്മുടെ പേപ്പറിൽ വരച്ചിരിക്കുന്ന വൃത്തിയായിട്ട് കാണിക്കാം. ഇതാണ് ബാത്റൂമിൻ്റെ ഡോറ് കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ബാത്റൂം ഡോർ കാണിച്ചിട്ടുണ്ട്. ബാത്റൂം ഡോർ represents the ends of a bathroom door. Is the bathroom door narrower or wider than the room door? അത് ഈ ഡിസ്റ്റൻസ്, അതായത് ഇതിൻ്റെ ഈ വീതി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡോറ്, നമ്മൾ ഡോറിൻ്റെ വീതി കാണിച്ചല്ലോ. ഡോറ് D1 R1 ആയിരുന്നു. ഇതിനെക്കാട്ടി വലുതാണോ ചെറുതാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നാരോവർ കൂടുതലാണോ വൈഡർ ആണോ? If B1 1.5 and B2 4 represents the ends of the bathroom door, is the bathroom door narrower or wider than the room door? അപ്പോൾ നമുക്ക് ആ ഡിസ്റ്റൻസ് ഒന്ന് കണ്ടു നോക്കിയാൽ മതിയല്ലോ. എന്നിട്ട് അതിൽ ഏതാ വലുതെന്ന് നമുക്ക് നോക്കാം. അതാണ്ട് ഇതിനകത്ത് ഇത്രയും കൂടി ക്ലിയർ ആയിട്ട് വരച്ചിട്ടുണ്ട്. ഈ പോയിന്റ് B1 എന്ന് പറയുന്ന പോയിന്റ് ആണ് അവർ പറഞ്ഞിരിക്കുന്ന. അതാണ്ട് ഇത് എക്സ് ആക്സിസേലാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. ഇത് Y ആക്സിസേലാണ്. അപ്പോൾ X കോർഡിനേറ്റ് 0 ആണല്ലോ. 0 1ൻ്റെയും 2ൻ്റെയും നടുക്കാണ്. ഏതാണ്ട് 1.5 ആണ് അതിൻ്റെ പോയിന്റ്. ഇനി B2 എന്ന് പറയുന്ന പോയിന്റ് 0.4 ആണ്. താഴെ ഏതാണ്ട് 4. ദണ്ട് ഈ പോയിന്റാണ് 0.4. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ് കാണുന്നത് നോക്കിയേ. 0.4ഉം 1.5 രണ്ടിൻ്റെയും X കോർഡിനേറ്റ് സെയിം ആണ്. അപ്പോൾ നമ്മൾ വാല്യൂ കാണാൻ എന്തോ ചെയ്താൽ മതി, Y കോർഡിനേറ്റ് തമ്മിൽ അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ മതിയല്ലോ. Y കോർഡിനേറ്റ് തമ്മിൽ നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് ആ Y കോർഡിനേറ്റ് ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. ഏതൊക്കെ പോയിന്റ് ആയിരുന്നു? 0.4. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറയുന്നു. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 0.4 ഉണ്ട്. അതുപോലെ തന്നെ മറ്റേ പോയിന്റ് എന്താണ്? 0.1.5. 0.1.5ഉം 0.4ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇവിടെ X കോർഡിനേറ്റ് സെയിം ആണ്. അപ്പോൾ എന്തോ ചെയ്താൽ മതി, മോഡുലസ് എടുത്തിട്ട് Y വാല്യൂസ് കുറച്ചാൽ മതി. അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു മോഡുലസ് 4 - 1.5. 4ൽ നിന്ന് അങ്ങനെ 1.5 കുറയ്ക്കുന്നത്. 4 ഒരു ഹോൾ നമ്പറാണ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? ഇവിടെ ഒരു ഡെസിമൽ കഴിഞ്ഞ് ഒരു പ്ലേസേ ഉള്ളൂ. അപ്പോൾ 4ൻ്റെ റൈറ്റിലോട്ട് ഒരു ഡെസിമൽ ഇട്ടിട്ട് ഒരു 0 കൊടുക്കണം. എന്നിട്ട് 1.5ൻ്റെ ഡെസിമൽ നേരെ ഇവിടെ കൊണ്ടിട്ടു. റൈറ്റിലേക്കുള്ള ഭാഗം അതിൻ്റെ താഴെ എഴുതി, ലെഫ്റ്റിലേക്കുള്ള ഇവിടെ എഴുതി. ഇനി നമ്മൾ മൈനസ് ചെയ്യുക. 40 നിന്ന് 15 കുറയ്ക്കുന്ന പോലെ തന്നെ. 0 നിന്ന് 5 പോകത്തിൽ ഇവിടെ നമ്മൾ ബോറോ ചെയ്ത് 3 ആക്കി. ഇത് 10 ആക്കി. 10 നിന്ന് 5 പോക 5. 3 - 1 എന്ന് പറയുന്നത് 2.5 അല്ലേ. നമുക്ക് ഈ ബാത്റൂം ഡോറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2.5 ആണ്. നമ്മുടെ ശരിക്കുള്ള ഡോറിൻ്റെ വിഡ്ത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു എത്ര ആയിരുന്നു? 3 ഫീറ്റ് ആയിരുന്നു. 3.5 ആയിരുന്നു. അപ്പോൾ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇത് കൂടുതൽ, അതായത് വീതി കൂടുതലാണോ കുറവാണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എഴുതണമല്ലോ. ബാത്റൂം ഡോർ അതിനെക്കാട്ടി വീതി കൂടിയതാണോ നാരോവർ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ എഴുതണ്ടേ? അപ്പോൾ നമുക്ക് വിഡ്ത്ത് ഓഫ് ദ ബാത്റൂം ഡോർ ഇവിടോട്ട് ചെയ്യുകയാണ്. അല്ലെ, ഇവിടെ ചെയ്യാം. Width of the bathroom door. Width of the bathroom door. ഏതൊക്കെ ഡിസ്റ്റൻസ് ആയിരുന്നു? അതായത് B1 എന്ന് പറയുന്ന പോയിന്റ് 1.5 ആയിരുന്നു. B2 എന്ന് പറയുന്ന പോയിന്റ് 0.4 ആയിരുന്നു. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ മോഡുലസ് 4 - 1.5 കിട്ടി. ആൻസർ നമുക്ക് 2.5 എന്ന് കിട്ടി. ആൻസർ 2.5 എന്ന് കിട്ടി അല്ലേ. അപ്പം വിഡ്ത്ത് ഓഫ് ദ ബാത്റൂം ഡോർ കിട്ടി 2.5 ഫീറ്റ്. അപ്പോൾ ബാത്റൂം ഡോറാണോ അതുപോലെ തന്നെ റൂം ഡോറാണോ? അതായത് 3.5 ആണ് ഡോറിൻ്റെ
വിഡ്ത്ത് ഓഫ് ദ ഡോർ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. വിഡ്ത്ത് ഓഫ് ദ ഡോർ ഇസ് ഈക്വൽ ടു 3.5. therefore 3.5 തീർച്ചയായിട്ടും ഗ്രേറ്റർ ദാൻ 2.5 ആണല്ലോ, ആണ് അല്ലേ? അപ്പം ബാത്റൂം നാരോ ആണ്, ചെറുതാണ്. 2.5 ഉള്ളത്, 3.5 ഉണ്ട്. അപ്പം നമ്മൾ അടുത്ത് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടത് എങ്ങനെയാണ്? ഈസ് ദ ബാത്റൂം ഡോർ നാരോവർ ഓർ വൈഡർ ദാൻ ദ റൂം ഡോർ? അപ്പം നമുക്ക് പറയാം ബാത്റൂം ഡോർ ഈസ് നാരോവർ ദാൻ ദ റൂം ഡോർ. therefore ബാത്റൂം ഡോർ ഈസ് narrower than the room door. ബാത്റൂം ഡോർ ഈസ് narrower than the room door. അത്രയേ ഉള്ളൂ എക്സസൈസ് 1.1ൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് റേയാൻ്റെ ഒരു റൂമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഞാനത് വൃത്തിയായിട്ട് ഇവിടെ വരച്ചിട്ടുണ്ട് മനസ്സിലാകാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് ഓടിച്ചൊന്ന് നോക്കാം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് D1R1 എന്ന് പറയുന്നത് റേയാൻ്റെ റൂമിലേക്ക് കയറുന്ന ഡോറിൻ്റെ പോർഷനാണ് അല്ലേ? അപ്പോൾ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇത് Y ആക്സിസിൽ നിന്ന് ഈ ഡോറ് D1 എന്ന് പറയുന്ന പോയിന്റ് എത്രമാത്രം അകലത്തിലാണ്? ഇവിടെ 0 നിന്ന് നേരെ 8 യൂണിറ്റ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ആൻസർ നമ്മൾ എന്താ എഴുതിയേ? 8 യൂണിറ്റ് അല്ലെ 8 ഫീറ്റ് എന്ന് എഴുതാം. ഇനി രണ്ടാമത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ കോർഡിനേറ്റ്സ്? ഡോർ ഈസ് ഓൺ ദ പിന്നെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ അടുത്ത് എന്തോ ഹൗ ഫാർ ഈസ് ദ ഡോർ ഫ്രം ദ ലെഫ്റ്റ് വാൾ പറഞ്ഞു. ഹൗ ഫാർ ഈസ് ദ ഡോർ ഫ്രം ദ എക്സ് ആക്സിസിൽ നിന്ന് എത്ര അകലത്തിലാണെന്ന് ചോദിച്ചു. എക്സ് ആക്സിസിൽ തന്നെ കിടക്കുന്ന പോയിന്റ്, അത് പിന്നെ എത്ര അകലത്തിലാവാനാ? ആണ് നമ്മൾ ഇത് ഡോർ ഈസ് ഓൺ ദ എക്സ് ആക്സിസ്. ഡോർ എക്സ് ആക്സിസിലാണ്. therefore ഡിസ്റ്റൻസ് ഫ്രം ദ എക്സ് ആക്സിസ് 0 ആണ്. മനസ്സിലായല്ലോ? എക്സ് 0 ആണ്. വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ഡിയുടെ കോർഡിനേറ്റ്സ് ആണ്. എക്സ് ആക്സിസിലെ ഏതൊരു പോയിന്റിൻ്റെയും y കോർഡിനേറ്റ് 0 ആണ്. അതുകൊണ്ട് തന്നെ ഡിയുടെ കോർഡിനേറ്റ് 80. മറന്നുപോലെ എക്സ് ആക്സിസിലെ ഏതൊരു പോയിന്റിൻ്റെയും y0, y ആക്സിസിലെ ഏതൊരു പോയിന്റിൻ്റെയും x0. മറന്നുപോലെ. ഇനി നമുക്ക് അതുകൊണ്ട് ഡിസ്റ്റൻസ് ഫ്രം ദ എക്സ് ആക്സിസ് നമ്മൾ 0 ആയിട്ട് എടുത്തു അല്ലേ? പിന്നെ വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് D1ൻ്റെ കോർഡിനേറ്റ് 80 എഴുതി. ഇഫ് R1 ഈസ് ദ പോയിന്റ് 1150, how wide is the door? R1 11.50യും D1 എന്ന് പറയുന്ന പോയിന്റ് 80 ആണ്. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്, വിട്ടാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ y വാല്യൂസ് സെയിം ആയതുകൊണ്ട് എക്സ് മോഡുലസിനകത്തിട്ട് കുറച്ചു. 11.5 8 കുറച്ചപ്പോൾ നമുക്ക് 3.5 ഫീറ്റ് ഏകദേശം 1 മീറ്റർ, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അവർ ചോദിച്ചിട്ടുണ്ട് ഇത് ആവശ്യത്തിന് മതിയോ? ഡു യു തിങ്ക് ദിസ് ഈസ് എ കംഫർട്ടബിൾ വിത്ത് ഫോർ ദ റൂം ഡോർ? അപ്പോൾ നമുക്ക് പറയാം യെസ് ഇറ്റ് ഈസ് എ കംഫർട്ടബിൾ വിത്ത് ഫോർ ദ റൂം ഡോർ. അപ്പോൾ നമ്മൾ എഴുതി വെച്ചു അത് റൂം ഡോറിന് കംഫർട്ടബിൾ ആണ്. അത് കഴിഞ്ഞിട്ട് ചോദിച്ചു ഇഫ് എ പേഴ്സൺ ഇൻ എ വീൽ ചെയർ വാണ്ട്സ് ടു എൻ്റർ ദ റൂം വിൽ ഹി ഓർ ഷീ ബി ഏബിൾ ടു ഡു സോ ഈസിലി? തീർച്ചയായിട്ടും പറ്റും. കാരണം എന്തുകൊണ്ടാണ്? വിഡ്ത്ത് ഓഫ് ദ വീൽ ചെയർ എന്ന് പറയുന്നത് ഏകദേശം 2 ഫീറ്റേ വരത്തുള്ളൂ, 2 ഫീറ്റിനുള്ളിലേ വരത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ 3.5 ഉണ്ട്, 3.5 ഉണ്ട്. അപ്പോൾ 2 ഫീറ്റ് എന്ന് പറയുന്നത് ഈസി ആയിട്ട് അതിനകത്ത് കയറാൻ പറ്റും. അപ്പോൾ നമ്മൾ എഴുതി യെസ് ഇറ്റ് ഈസ് പോസിബിൾ ബിക്കോസ് ദ വിഡ്ത്ത് ഓഫ് എ വീൽ ചെയർ ഈസ് നിയർലി 2 ഫീറ്റ്. ഏതാണ്ട് 2 ഫീറ്റേ ഉള്ളൂ. അതും പറഞ്ഞു അല്ലേ? ഈസി ആയിട്ട് കയറാൻ പറ്റും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ഇഫ് B1 0.1 അല്ലേ? പിന്നെന്തുമായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ? able to. If B1 0 1.5 and B2 0.4 represents the ends of the bathroom door, is the bathroom door narrower or wider than the room door? നമുക്ക് കണ്ട ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ബാത്റൂം ഡോർ. ബാത്റൂം ഡോറിൻ്റെ കോർഡിനേറ്റ്സ് നോക്കിയാൽ 0 1.5 B2 എന്ന് പറയുന്നത് 0.4 ആണ്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാൻ എക്സ് സെയിം ആണ്. അപ്പോൾ y വാല്യൂസ് തമ്മിൽ അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിവിടെ എഴുതി വിഡ്ത്ത് ഓഫ് ദ ബാത്റൂം ഡോർ ഇസ് ഈക്വൽ ടു എഴുതിയേക്കുന്നുണ്ടോ B1 0 1.5 B2 4 തമ്മിലുള്ള ഡിസ്റ്റൻസ് മോഡുലസ് 4 - 1.5 അത് 2.5 ആയിട്ട് നമുക്ക് കിട്ടി അല്ലേ? എന്നിട്ട് പിന്നെയും ചോദിച്ചിരിക്കുന്നു ഈസ് ദ ബാത്റൂം ഡോർ നാരോവർ ഓർ വൈഡർ ദാൻ ദ റൂം ഡോർ? റൂം ഡോറിനെ അപേക്ഷിച്ച് ബാത്റൂമിൻ്റെ ഡോറ് നാരോവർ ആണോ? വിഡ്ത്ത് ഓഫ് ദ ഡോർ 3.5 ആണ്. 3.5 എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും 2.5നേക്കാട്ടി കൂടുതലാണ്. അപ്പോൾ പിന്നെ ഇത് നാരോ ആണല്ലോ. therefore ബാത്റൂം ഡോർ ഈസ് നാരോവർ ദാൻ ദ റൂം ഡോർ.
മനസ്സിലായല്ലേ? എല്ലാ ചോദ്യങ്ങളും നന്നായിട്ട് പഠിക്കുക. ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ പോസ് ചെയ്ത് വീഡിയോ കണ്ടിട്ട് നന്നായിട്ട് എഴുതിയെടുത്താൽ എക്സസൈസ് 1.1 തീർന്നു. നാളെ നമുക്ക് 1.2ൻ്റെ ആൻസർ ചെയ്യാം. ടീച്ചറിൻ്റെ കൂടെ പഠിക്കുക. മാക്സിമം കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് നമുക്ക് എന്താ പറയുന്നത്, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്ക് നാളെ 1.2 എക്സസൈസ് തീർക്കാൻ പറ്റും. അതും ഇതുപോലെ ഒരു സിമ്പിൾ, ഇതിനെ തന്നെ ബേസ് ചെയ്ത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ബൈ. നമുക്ക് ദൈവം സഹായിച്ച് നാളെ കാണാം.